ഹലോ ഹായ് നമസ്കാരം. ഇത്തവണ ഓണത്തിന് ദുൽഖറിൻ്റെ പടം, നിവിൻ്റെ പടം, പൃഥ്വിരാജിൻ്റെ പടം, ഇങ്ങനെ 3 സിനിമകളാണ് ക്ലാഷ് എന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷേ ഗൈസ്, കേരളത്തിലെ ബോക്സ് ഓഫീസ് തൂക്കാൻ വേണ്ടിയിട്ട് ഒരാൾ അവതരിക്കുകയാണ്. ആ അവതാരത്തിൻ്റെ പേര് രവി തേജ എന്നാണ്. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന സിനിമ ഇരുമുടി എന്നാണ്. ഇരുമുടി എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാർ അവർ കൊണ്ടുപോകുന്നതാണ് ഇരുമുടി എന്ന് പറയുന്നത്. അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ ഓൾറെഡി ഒരു പാട്ട് റിലീസായിട്ടുണ്ടായിരുന്നു. രവി തേജ തന്നെ കറുപ്പും ഒക്കെ ഇട്ടിട്ട് അവർ മലയ്ക്ക് മാലയിടുന്നതിൻ്റെ ആ ഒരു സംഭവമൊക്കെ വെച്ചിട്ടാണ്. എന്തായാലും ആ സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. ഈ സിനിമ റിലീസാവുന്നത് 21-ാം തീയതി, അതായത് 20-ാം തീയതി ദുൽഖറും പൃഥ്വിരാജും വരുന്നു, 21-ാം തീയതി നിവിൻ പോളി വരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് രവി തേജ വരാൻ വേണ്ടി കച്ച കിട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. തെലുങ്കും ഉണ്ട്, തമിഴും ഉണ്ട്. നമുക്ക് തെലുങ്ക് കാണാം, ഒറിജിനൽ ഭാഷയിൽ അതിൻ്റെ ട്രെയിലർ കാണാം. മലയാളം ട്രെയിലർ അവർ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. വരുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ ഒരു സീസൺ എന്ന് പറയുന്നത് ഇവിടെ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ ഈ സിനിമ ഇവിടെ മലയാളത്തിൽ റിലീസ് ചെയ്യാനുള്ള എല്ലാവിധ സാധ്യതകളുണ്ട്. ലെറ്റ്സ് വാച്ച് ദ ട്രെയിലർ ഇൻ തെലുഗു, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഗുൽഷൻ കുമാർ, ഭൂഷൺ കുമാർ, ടി സീരീസ്. അയ്യോ, പാർവതിയുടെ കുട്ടിക്കാലം ചെയ്യുന്ന കുട്ടി. നക്ഷത്ര എന്നാണെന്ന് തോന്നുന്നു പുള്ളിക്കാരിയുടെ പേര്. ഇത് ചിന്താവിഷ്ടയ ശ്യാമളൊന്നും ആയിരിക്കില്ലല്ലോ അല്ലേ? నా కూతురు స్టడీస్ పూర్తి అయిపోయింది. ఇంజనీరా డాక్టరా? 5వ క్లాసు. నా కూతుర్ని చీలేరు హై స్కూల్ పంపాలంటే మన ఊరికి బస్ అయినా రావాలి, ఇక్కడికి హై స్కూల్ అయినా రావాలి. మనమ్మా స్కూల్ లోపల గాని, స్కూల్ బయట గాని, ఊరి యువతలు గాని, ఊరి అవతల గాని చూసింది చూసినట్టుగా నాన్నకి చెప్పేయాలి. చదువుకుంటున్నారా? ఎడ్యుకేషన్ సిస్టంలో మీలాంటి టీచర్స్ వెరీ డేంజరస్. ഇതൊക്കെ മലയാളി ആർട്ടിസ്റ്റുകളല്ലേ? ఆడపిల్లలందరినీ దత్త తీసుకున్నట్టు ఏంట్రా ఇది? వెనకాల ఒకడు ఉన్నాడు, చేయేస్తే పీగులు తీసేస్తాడు అని భయం లేకపోతే మన కూతుర్ని మనం కాపాడుకునే కూర్చోండి. మన ఊళ్ళో ఏదో జరుగుతుంది సార్. ప్రతిసారి మాలేసే ముందు ఏంటి నాకే నరకం? మనమ్మా, నిన్ను చూస్తే నాకు భయం వేస్తుంది నాన్న. മരിക്കാൻ പോവാണോ? അങ്ങനെ വരില്ലല്ലോ. రేపు నీ ఒంటి మీద నల్లబట్ట పడగానే పాముల పడగ విప్పి పగ తెచ్చుకోవడానికి వస్తాడు. നിക്കണ്ടനെ. నాకు బలహీనత ఉంది. ఏ ఆడ కూతుర్లోనైనా నా కూతుర్ని చూసుకునే అరుదైన బలహీనత. దాని జోలికి రాకో. ഐ ലൈക്ക് ഇറ്റ്. స్వామి శరణం. ഇരുമുടി എന്ന് എഴുതിയിരിക്കുന്ന അടുത്തൊരു പെൺകുട്ടീനെ വെച്ചിരിക്കുന്നത്. ആൻഡ് പുള്ളി ലാസ്റ്റ് പറഞ്ഞേക്കുന്ന ഡയലോഗ്, എല്ലാ പെൺകുട്ടികളിലും എൻ്റെ മകളെ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് എൻ്റെ ബലഹീനത, അതിൽ തൊട്ട് കളിക്കരുത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്കൂളിലൊരു കുട്ടി സൂയിസൈഡ് ചെയ്യുന്നൊരു സാധനം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സോഷ്യൽ ഇഷ്യൂ ഒരു കൈകാര്യം ചെയ്യുന്നുണ്ട്. പെൺകുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സുരക്ഷിതത്വമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, പിന്നെ അവർ ഏത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നു, അങ്ങനെയുള്ള കുറച്ച് എലമെൻറ്റുകളും കൂടി അഡ്രസ്സ് ചെയ്യപ്പെടുന്നതാണ് എനിക്ക് ട്രെയിലർ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. പക്ഷേ രവി തേജ
തേജ എന്ന് പറയുന്ന ആ സ്റ്റാറിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആക്ഷൻ പരിപാടികളും അവരിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇയാൾ എപ്പോൾ മാല ഇടുന്നു എന്ന് പറയുന്നൊരു സംശയം എനിക്കുണ്ട്. കാര്യം കറുപ്പും ഇട്ടിട്ട് മാലയിട്ട് അതിന് ശേഷമുള്ള ഫൈറ്റ് നമ്മൾ കാണുന്നുണ്ട്. അല്ലാതെയുള്ള സമയത്തും പുള്ളി സ്വാമി ശരണം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം ആ മാലയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഉള്ളിൽ ഈ ഗ്രഡ്ജ് കൊണ്ട് നടക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതെങ്ങനെയാണ് മാച്ച് ആവുന്നത് എന്നൊക്കെ ഉള്ള ഒരു സാധനമുണ്ട്. പക്ഷേ മ്യൂസിക് വൈസ് സംഭവം നല്ല രസമുണ്ടായിരുന്നു. ആക്ഷനും തിരക്കേടില്ല. ഒരു രവി തേജ പടം എന്ന് പറയുന്ന ഒരു സാധനമാണ്. ബേബി നക്ഷത്ര അതാണ് പുള്ളിക്കാരിയുടെ പേര്. നമ്മൾ ലാസ്റ്റ് പാർവതിയുടെ മകളായിട്ട് തന്നെ ഐ എം നോബഡിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അടിപൊളി ആർട്ടിസ്റ്റ് ആട്ടോ. എന്ന് വെച്ചാൽ ഈ ചെറിയ പ്രായത്തിലെ ആ കുട്ടി ആ ഇമോഷൻസിനെ മനസ്സിലാക്കി അത് എക്സ്പ്രസ് ചെയ്യുക, ആ ക്യാരക്ടറായിട്ട് ഇരിക്കുക എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ ഐ എം നോബഡി സിനിമ കണ്ടിട്ടുള്ള ആളാണെങ്കിൽ, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ കുട്ടിയാണ് ആക്ച്വലി ആ സിനിമയിലെ മെയിൻ സംഭവം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആ ക്യാരക്ടറാണ്, അതിൻ്റെ ഇമോഷൻസാണ് നമുക്ക് കിട്ടേണ്ടത്. അതെല്ലാം പുള്ളിക്കാരി ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. അടിപൊളി ആർട്ടിസ്റ്റാണ്. ശിവ നിർവാണയാണ് സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. മ്യൂസിക് GV പ്രകാശാണ്. അതാണ് ഞാനിങ്ങനെ ആലോചിച്ചത്. മറ്റേ വില്ലാളി വീരനെ വീരമണി കണ്ഠനെ എന്ന് പറഞ്ഞ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ പഞ്ചൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന വിശ്വാസം ഒരു സൈഡിൽ നിൽക്കുന്നു, അതുപോലെ പെൺകുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇമോഷൻ ഒരു സൈഡിൽ നിൽക്കുന്നു, അച്ഛൻ മകൾ, ഇതിനപ്പുറത്തേക്ക് പുള്ളിക്ക് ഈ പറയുന്ന അവിഹിത ബന്ധങ്ങളുണ്ടാവുക, എല്ലാ പെണ്ണുങ്ങളോടും എനിക്ക് സ്നേഹം തോന്നുന്നത് എൻ്റെ കുറ്റമാണോ എന്ന് ചോദിക്കുന്ന അങ്ങനത്തെ ആ പഴയ കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ വിട്ടിട്ട് പുള്ളി കുറച്ചും കൂടി ഒരു കഥാപാത്രമായിട്ട്, അതായത് എൻ്റെ സിനിമ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്ന സ്ഥാനത്തിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു കഥാപാത്രമായി നിൽക്കുന്നു എന്ന് പറയുന്ന ആ ഒരു ഫീലുണ്ട്. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും കണ്ടിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും കേട്ടോ. രവി തേജയുടെ എല്ലാ സിനിമയും കണ്ടിട്ടുള്ള മലയാളി ആരാധകർ പോലും ഉണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ഒരാളായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻലൈറ്റൻ മീ എന്തൊക്കെയാണ് പുള്ളി ചെയ്തിട്ടുള്ളതെന്ന്. പക്ഷേ ഇത് ഒരു വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് അങ്ങനെ തന്നെ നിന്നിട്ടാണ് പുള്ളി പെർഫോം ചെയ്യുന്നത്. പുള്ളിയിൽ ആ അച്ഛൻ മകൾ അവരുടെ ആ ഒരു കോമ്പിനേഷനൊക്കെ രസമായിട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ പറയുന്നൊരു വിശ്വാസത്തിൻ്റെ എലമെൻ്റ് ഉണ്ട്. അത് നമുക്കും പേഴ്സണലി കണക്റ്റ് ആവുന്നതാണ് കേരളത്തിലുള്ള ആളുകളെ സംബന്ധിച്ച്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇവരെങ്ങനെയാണ് ഈ സിനിമ ബിൽഡ് ചെയ്യുന്നതെന്ന് അറിയാൻ എനിക്കിപ്പോൾ ഒരു ആകാംക്ഷയുണ്ട്. ആദ്യം ഇവർ ഈ പേരിടുമ്പോൾ, അതുപോലെ രവി തേജ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കോമഡി സാധനമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ദിസ് ലുക്സ് ഗുഡ്. ഇതെങ്ങനെ വലിയ സ്ക്രീനിൽ വരുന്നു എന്നറിയാനുള്ള ഒരു ആകാംക്ഷയാണുള്ളത്. ബാക്കി നമുക്ക് സിനിമ കണ്ടിട്ട് സംസാരിക്കാം. നിങ്ങൾ ഈ ട്രെയിലർ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. GV പ്രകാശിൻ്റെ മ്യൂസിക് എന്തായാലും അടിപൊളിയായിരിക്കും. ബാക്കി നമുക്ക് റിവ്യൂവിൽ പറയാം. ട്രെയിലറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം, ഹൈപ്പ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.